ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൽ മുണ്ടൂർ സേതുമാധവൻ രചിച്ച ഉണ്ണിയാർച്ച കരയുന്നു എന്നൊരു കഥയുണ്ട്. കടൽ തീരത്ത് കപ്പലണ്ടി വിറ്റ് നടക്കുന്ന ഉണ്ണിയാർച്ച എന്ന പെൺകുട്ടിയുടെ കഥയാണത്. കടൽ തീരത്ത് തൻ്റെ ഉപജീവനത്തിനു വേണ്ടി കപ്പലണ്ടി വിറ്റ് നടക്കുമ്പോൾ പലപ്പോഴും ചിലരുടെ കഴുകൻ കണ്ണുകൾ അവളുടെ നേരെ ചൂഴ്ന്നിറങ്ങാറുണ്ട്. പരിഹാസവും അശ്ലീലയും ഒക്കെ നിറഞ്ഞ അവരുടെ നോട്ടത്തിനും വാക്കുകൾക്കുമൊക്കെ ഒരേ മറുപടിയായിരുന്നു അവൾക്ക്. എൻ്റെ രാഘവേട്ടൻ എന്ന് വന്നോട്ടെ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്കു പറഞ്ഞിരിക്കുന്നയാളാണ് അവളുടെ രാഘവേട്ടൻ. അവളുടെ ആശ്രയവും വിശ്വാസവും എല്ലാം അയാളിലാണ്. അതാണ് രാഘവേട്ടൻ വന്നോട്ടെ, എല്ലാത്തിനെയും ശരിയാക്കി തരാമെന്ന് മറുപടി പറയാൻ അവളെ പ്രാപ്തിയാക്കുന്നത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് കച്ചവടമൊക്കെ നിർത്തി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ചില മദ്യപന്മാരാൽ അവൾ ആക്രമിക്കപ്പെട്ടു. പേടിച്ചോടിയ അവൾ ഒരു കല്ലിൽ തട്ടി വീണു. അവളുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ച ആളോട് എതിർക്കുവാൻ നോക്കിയ അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം അത് അവളുടെ രാഘവേട്ടനായിരുന്നു. അവളുടെ വിശ്വാസത്തിന്റെ അടിത്തറയായിരുന്ന ആൾ തന്നെ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പൊട്ടിക്കരയാനല്ലാതെ എന്തു ചെയ്യാൻ പറ്റും? എത്ര വലിയ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചവർ അവരുടെ പ്രതിസന്ധികളിൽ സ്വന്തം ജീവനും സമയത്തിനും ഒന്നും പ്രാധാന്യം നൽകാതെ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഒരു പരിചയവുമില്ലാത്തവരെ പോലെ കൂടെ നിന്ന് ചതിക്കുമ്പോൾ മറുപടികളൊന്നും പുറത്തു വരില്ല. കാരണം ഏറ്റവും വിശ്വസിച്ചവരാലാണ് ചതിക്കപ്പെട്ടത്. അവിടെ പ്രതികരണത്തിന് സ്ഥാനമില്ല എന്ന തിരിച്ചറിവ് ഏതൊരാളെയും കൂടുതൽ അന്തർമുഖരാക്കുന്നു. 30 വെള്ളിക്കാശിന്റെ തിളക്കം കണ്ട് സ്വന്തം ഗുരുവിനെ സ്നേഹചുംബനത്താൽ ഒറ്റുകൊടുത്ത യൂദാസാണോ, അതോ സ്വന്തം നേട്ടത്തിനു വേണ്ടി ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൂടെ നിന്ന് ചതിക്കുന്ന വിശ്വസ്തരായ കൂട്ടുകാരാണോ വലിയ വഞ്ചകർ എന്നതാണ് ചോദ്യം. ക്രിസ്തു കുരിശിൽ നിന്ന് രക്ഷപ്പെടുമെന്ന വിശ്വാസമാണ് ഒറ്റുകൊടുക്കാൻ യൂദാസിനെ പ്രേരിപ്പിച്ചതെന്നൊക്കെ ചില ദൈവശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നുണ്ട്. ഞാൻ കൂടെ കൂട്ടിനില്ലാതായാൽ അയാളുടെ ജീവിതം നശിച്ചു പോകുമെന്നും എൻ്റെ ഒരു എതിർവാക്ക് പോലും അയാളെ തളർത്തിക്കളയുമെന്ന തിരിച്ചറിവുണ്ടായിട്ടും കൂടെ നിന്ന് ചതിക്കുന്നവരെ ഒരിക്കലും യൂദാസായിട്ട് പോലും താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയാളുടെ ചതിക്കും ഒരു അന്തസ്സുണ്ടായിരുന്നു. പിന്നിൽ നിന്നല്ല, മുന്നിൽ നിന്ന് തന്നെ സ്നേഹചുംബനത്താൽ ഒറ്റുകൊടുക്കാൻ തയ്യാറുള്ള മനസ്സ്. അതിലും ഏറെ താഴെയാണ് പിന്നിൽ നിന്നും കുത്തുന്നവരുടെ ചതി എന്നത്. ജീവിതത്തിൽ എന്നും ഓർമ്മയിലുണ്ടാകണം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹം സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിൻ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹം ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും പകരം തുല്യമാ ഒന്നുമില്ല നാഥന്. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ,